എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു, പിന്നെ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ അനുഭവമല്ല, വേറൊരാൾ പറഞ്ഞപ്പോൾ എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കാര്യം ഞാൻ പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. രക്തദാനം മഹാദാനം എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ വേറൊരാൾക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണ്, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ചില ആളുകൾ അതിന് കാശൊക്കെ വാങ്ങിക്കുന്നതുകൊണ്ട് അതിനൊന്നും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ ഒരു ബ്ലഡ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയാസൊക്കെ ഒത്തിരി ആക്റ്റീവാണ്. കാരണം ഒരു പേഷ്യൻറ്റിന് ഒരു ബ്ലഡ് വേണമെന്നുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ അതിനകത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇന്ന പേഷ്യൻറ്റിന് ഇന്ന ഹോസ്പിറ്റലിലുള്ള പേഷ്യൻറ്റിന് ഇന്ന ഗ്രൂപ്പിലുള്ള ബ്ലഡ് ഇത്ര യൂണിറ്റ് ബ്ലഡ് ഇന്ന ദിവസം വേണം എന്ന് പറഞ്ഞ് അവരുടെ ബൈ സ്കാനറിലൊക്കെ ഫോൺ നമ്പർ വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ അത് പല ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്ത് ഏതെങ്കിലും നല്ലവരായ ആൾക്കാർ, നമ്മുടെ സഹോദരന്മാരെ അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് കാര്യം വന്നാലും അവരാണ് മുന്നിട്ട് നിൽക്കുന്നത്. എത്ര വലിയ റിസ്ക്കുള്ള പണിയാലും അവരെ ഏറ്റെടുത്ത് ഭംഗിയൊക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദിയും കൂടെ പറയുന്നുണ്ട്. അപ്പം അവരത് പോകുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഞാൻ അന്ന് ഒരു ഓട്ടോയിൽ കയറിയപ്പോൾ ആ ഓട്ടോയിൽ അത് പറഞ്ഞതാണ്, ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞതാണ്. അപ്പം പുള്ളി അന്നത്തെ ജോലി കഴിഞ്ഞിട്ട് അന്നത്തെ, അതായത് ഞാനൊരു 2 മണി സമയത്താണ് ആ ഓട്ടോയിൽ കയറിയത്. അപ്പോൾ അന്ന് അവൻ്റെ ഫസ്റ്റ് ഓട്ടോ ആണ്. അപ്പം ഈ 2 മണി സമയത്ത് അവൻ പോയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നില്ല, ആ ഹോസ്പിറ്റലിൽ ബ്ലഡ് കൊടുക്കാൻ പോയതാണ്. എവിടെയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരസ്യം കണ്ടിട്ട് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കണ്ടിട്ട് പോയതാണ്, പിന്നെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി. അവിടെ ചെന്ന് ബൈ സ്കാനറെ വിളിച്ചു, ബ്ലഡ് കൊടുക്കാൻ പോയി. ഇത്ര മണിക്കൂറിന് ശേഷം ബ്ലഡ് കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വന്നു. ആ നിമിഷം വരെ എന്നപ്പോൾ ആ ബൈ സ്കാനറെ കണ്ടതല്ലാതെ പിന്നെ അവൻ കണ്ടിട്ടേ ഇല്ല. ആ കുട്ടി അതിനെ കണ്ടിട്ടില്ല. പിന്നെ അതിലിത്തിരി വെള്ളം വേണമെന്നോ ഒന്നും അവർ ചോദിച്ചില്ല. ഞാൻ പറയുന്നത് വെച്ച് ചിലപ്പോൾ അതിന് വലിയ കാര്യമൊന്നും ആയിരിക്കുന്നില്ല. എന്നാലും നമുക്ക് വേണ്ടിയിട്ടാണ് അവർ അത്രയും ദൂരത്തുനിന്ന് വരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ തിരുവല്ലയിലുള്ളൊരു ഹോസ്പിറ്റലാണ് സംഭവമാണ്. അതുള്ളത് അങ്ങ് ഓച്ചിറ നിൽക്കുന്നത്. പുതിയ ഓച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തിരുവല്ല വരെ അതിൻ്റെ ഒരു വർഷത്തെ ജോലി മെനക്കെട്ടിട്ടാണ് അവിടെ വരെ പോയി ബ്ലഡ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൂടെ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ശരിയാണ്, ഹോസ്പിറ്റലാണ്, പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഒക്കെ ശരിയാണ്. എന്നാലും നമുക്ക് വേണ്ടി ഒരാൾ റിസ്ക് എടുത്ത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യാൻ വേണ്ടി മാത്രം ഒരാൾ വരുമ്പോൾ അവരെ ഒന്ന് കൺസിഡർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു മാന്യതയാണ്. അങ്ങനെ പറയാൻ പറ്റും, നമ്മുടെ മാന്യതയാണ്. അവർക്ക് ഇത്തിരി വെള്ളം വേണോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും പോകാൻ തന്നെ അവരോട് ഒരു താങ്ക്സ് പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിനകത്തൊന്നും ആരും ഉപേക്ഷ വിചാരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞത് പരാതി പോലെ അല്ല പറഞ്ഞത്, എന്നാലും അവൻ്റെ വിഷമമാണ്. ഞാൻ അത്രയും വരെ പോയിട്ടും അവരെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാനോ അവരൊന്ന് തിരിച്ച് പോലും ഒന്ന് കാണിച്ചില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അത്രയും ഇത് വല്ലാത്തൊരു ഇതാണത്. അപ്പം ഞാൻ പറയുകയാണ്, ഇനിയായാലും ഇനി എത്രയോ ബ്ലഡുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി വരുന്ന ആളുകളെ ഒന്ന് കൺസിഡർ ചെയ്യുക, അവരെ ഒന്ന് പരിഗണിച്ച് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനൊന്നും വേണ്ട, അവർക്കൊരു സ്നേഹം ഒരു ചിരിയൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കണം. പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എല്ലാത്തോടും വളരെ ചെറിയ കാര്യമാണ്. പക്ഷേ എന്നാലും അതൊരു വലിയ കാര്യമാണ്, വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞത് അതിന് കറക്റ്റായിട്ടുള്ള ഒരു പോസിറ്റീവ് വേയിൽ തന്നെ എല്ലാവരും എടുക്കണം. അത്രേ ഉള്ളൂ. അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദിയുണ്ട്. ശരി അപ്പോൾ.